രേണുവിന്റെ പുതിയ ഷോർട്ട് ഫിലിം കഴിഞ്ഞ ദിവസം ഇറങ്ങി. എനിക്ക് തോന്നുന്നത് 2 ദിവസമായും തോന്നണം ഇറങ്ങിയിട്ട്. തലേ ദിവസം ഈ ഷോർട്ട് ഫിലിം ഇറങ്ങുന്നതിന്റെ തലേ ദിവസം തന്നെ ഈ കോൺട്രവേഴ്സി രേണുവിന് ക്യാൻസർ എന്നൊരു സംഭവം ഇറങ്ങി. അതിന്റെ പിറ്റേ ദിവസം ഷോർട്ട് ഫിലിം സ്റ്റാർട്ട് ചെയ്തു. അതായത് ഷോർട്ട് ഫിലിമിൽ റണ്ണിങ് സ്റ്റാർട്ട് ചെയ്തു. അന്നേരത്തേക്ക് രേണുവിന് റീച്ച് കിട്ടാൻ ഏറ്റവും ഒരു നല്ലൊരു മാർഗമാണ് രേണുവിന്റെ PR ടീംസിനൊക്കെ റീച്ച് കിട്ടാൻ നല്ലൊരു മാർഗമാണ് ഈ ക്യാൻസർ എന്നത്. കാരണം വെച്ചാൽ രേണുവിനോട് വിദ്വേഷമുള്ള ആൾക്കാരും പോയി കാണും. പിന്നെ രേണുവിന് എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടോ എന്നുള്ള അറിയാൻ വേണ്ടിയിട്ട് കുറെ പേര് പോയി കാണും. പിന്നെ രേണുവിന് ഇഷ്ടമുള്ളവർ കാണും. അങ്ങനെ എല്ലാ രീതിയിലും രേണുവിന് സപ്പോർട്ടേഴ്സും അങ്ങനെ എല്ലാ രീതിയിലുള്ള ആൾക്കാർ പോയിട്ട് ഈ ഷോർട്ട് ഫിലിം കാണും. അപ്പോൾ രേണുവിന് ഒന്നും കൂടി സെറ്റായിട്ട് നിൽക്കാൻ പറ്റും. ഇനി നമുക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വോയിസ് ക്ലിപ്പ് ഇത് രേണുവിന്റെ കൂട്ടുകാരി സജീനയുടെയാണ്. അതായത് രേണുവിന്റെ ഒരു ഷോർട്ട് ഫിലിം ഇറങ്ങിയിട്ടുണ്ട്. അതിനകത്ത് ഇവരുടെ ചാനലിൽ തന്നെയാണ് ഈ ഷോർട്ട് ഫിലിം ഇറങ്ങിയിരിക്കുന്നത്. അപ്പൊ ഇതിനകത്ത് നിങ്ങൾ കട്ട് ചെയ്തിട്ട് ക്ലിപ്പ് എടുത്തിട്ട് ട്രോളാനുള്ളത് ട്രോളിക്കോളാൻ പറഞ്ഞിട്ടാണ് സജീന ഇത് പറഞ്ഞിരിക്കുന്നത്. അത് നമ്മുടെ ഒരു വേണ്ടപ്പെട്ട ഒരു ക്രിയേറ്ററിനെ അയച്ചു കൊടുത്താണ്. അപ്പൊ അങ്ങനെയാണ് സജീന പറഞ്ഞിരിക്കുന്നത്. ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? അതായത് രേണുവിനെ ട്രോളിയാൽ മാത്രമേ രേണുവിന് നിലനിൽപ്പുള്ളൂ. അതായത് ബ്ലോഗേഴ്സിനെ കൊണ്ട് മാത്രമേ രേണുവിന് നിലനിൽപ്പുള്ളൂ. അപ്പൊ രേണുവിന്റെ ടീം അംഗത്തിലുള്ള ആൾക്കാർ തന്നെയാണ് ഈ സംഭവങ്ങളൊക്കെ ഇട്ടുകൊടുക്കുന്നത്. ഇന്ന് രേണുവിന്റെ സ്റ്റോറി നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. സജീന വ്ളോഗ്സിന്റെ ഒക്കെ സ്റ്റോറി ഇട്ടിട്ടുണ്ട് ഇതിനെ കുറിച്ച് പറയുന്നതായിട്ട്. ഇനി നമുക്ക് രേണു ക്യാൻസറിനെ കുറിച്ചും അതായത് കിച്ചുവിനെ കുറിച്ചും പറഞ്ഞിരിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അതുകൂടി നമുക്കൊന്ന് കേട്ടു നോക്കാം. അപ്പോൾ ചേച്ചി ഇതേപോലെ സോഷ്യൽ മീഡിയ ഇപ്പോൾ ചേച്ചിക്കെതിരെ വരുന്ന പുതിയൊരു വിവാദമാണ് ചേച്ചിക്ക് ക്യാൻസർ ആണെന്നും അതിനെ സംബന്ധിച്ച് ഒരുപാട് ന്യൂസുകൾ പല കമന്റുകളും ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ ചേച്ചി എന്താണ് അതിനോട് പ്രതികരിക്കാനുള്ളത്? പല അലിഗേഷൻസും ഇതിനു മുന്നേ ഈ പുറത്ത് വിട്ടവരും ഉണ്ടാക്കിയിട്ടുണ്ട്. നിങ്ങൾക്കൊക്കെ അറിയാം, മെഡിക്കലിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ വരെ പല അലിഗേഷൻസ് ഇതിനു മുന്നേ നിങ്ങൾക്കറിയാലോ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നെ പറ്റി. സോ എനിക്ക് ഇതിനെപ്പറ്റി ഒന്നും അതുകൊണ്ട് പറയാനില്ല. ദയവേദി ഇപ്പൊ എനിക്ക് പറയാനുണ്ടെങ്കിൽ എന്തെങ്കിലും എനിക്ക് പറയാനുണ്ടെങ്കിൽ ഞാനത് എന്നെ സ്നേഹിക്കുന്നവർ എന്റെ പ്രേക്ഷകരുടെ മുന്നിൽ ഞാൻ വന്ന് പറഞ്ഞു. എനിക്കിത് ഇപ്പൊ പറയാനുള്ളൂ. എന്നിട്ട് എന്തായിരിക്കും പെട്ടെന്ന് ഇങ്ങനെ ഒരു ഇത് വരാൻ? കുറെ പേര് പറഞ്ഞത് ഇത് ഫേക്കാന്ന്, കുറെ പേര് പറയുന്നുണ്ട്, അവർക്ക് കിട്ടണം എന്നൊക്കെ പറഞ്ഞ് കുറെ നെഗറ്റീവ് അങ്ങനെ വരുന്ന കുറെ ആൾക്കാർ. എനിക്ക് അതിനെപ്പറ്റി ഞാൻ പറഞ്ഞില്ല. ഇതിന് മുന്നേ അലിഗേഷൻസിന്റെ ഒരു നിര തന്നെ എനിക്കെതിരെ വന്ന ഒരു വേറൊരു ഹോസ്പിറ്റലിന്റെ പേരും പറഞ്ഞു ഒരുപാട് ഇങ്ങനെ വന്നിട്ടുണ്ടല്ലോ. ഇതൊക്കെ ഞാൻ നിങ്ങൾ കാണുന്ന പോലെ തന്നെയാണ് ഞാനും കാണുന്നത്. പിന്നെ ഒന്നേ പറയാനുള്ളൂ, ഇപ്പം ഇങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ ഇതിപ്പം എന്നെ അതിനെപ്പറ്റി പറഞ്ഞു. നമുക്ക് ഒരൊറ്റ പ്രാർത്ഥനയുള്ളൂ, ശത്രുക്കൾക്ക് പോലും ഇങ്ങനെ നമ്മൾക്കൊക്കെ നല്ല മനസ്സുള്ളവരാണ്. അപ്പൊ നമ്മുടെ പ്രാർത്ഥന ഇപ്പൊ ഇത് അറിഞ്ഞാൽ തന്നെ, ഇപ്പൊ അറിഞ്ഞാലും അറിഞ്ഞില്ലല്ലോ ഇങ്ങനെ ഒരു രോഗം ഒരു മനുഷ്യനുണ്ടെന്ന് അറിഞ്ഞാൽ പോലും നമ്മൾ എന്താ ഓർക്കുന്നത്? ദൈവമേ ശത്രുക്കൾക്ക് പോലും ഇത് വരണ്ടേ. എല്ലാവരുടെ മനസ്സിൽ നമ്മൾ എല്ലാരെ പറ്റി പ്രാർത്ഥനയോടെ ഇരിക്കുക, ഇഷ്ടമായ ചിന്തകൾ വിടുക, ഇതൊക്കെ എനിക്ക് പറയാനുള്ളത്. അപ്പൊ ചേച്ചി പറഞ്ഞു കേട്ടല്ലോ, നമ്മൾ ദുഷ്ടചിന്തകൾ വിടുക, പ്രാർത്ഥനയോടെ ഇരിക്കുക എന്നൊക്കെയാണ് ചേച്ചി പറയുന്നത്. അപ്പൊ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഇതിനകത്ത് എന്തുകൊണ്ട് രേണു കറക്റ്റായിട്ട് ഉത്തരം കൊടുക്കുന്നില്ല? രേണു ഇതിന് കറക്റ്റായിട്ട് ഉത്തരം കൊടുക്കുന്നില്ല. കാരണം രേണുവിന് ഇത് ഷെഫീന ബീവിക്ക് ഒരു പണിയാണ്, പിന്നെ രേണുവിന് റീച്ചിനുള്ള ഒരു മാർഗമാണ്. അങ്ങനെ പല കാര്യങ്ങളും ഈ ഒരു ക്യാൻസർ എന്ന വിവാദത്തിലുണ്ട്. കാരണം ഷെഫീന ബീവിയാണ് രേണുവിന്റെ എല്ലാ കള്ളത്തരങ്ങളും പൊളിച്ചടുക്കിയിരിക്കുന്ന മെയിൻ വ്യക്തി. പുള്ളിക്കാരി എല്ലാ എവിഡൻസോടെയാണ് എപ്പോഴും സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് എല്ലാ കാര്യങ്ങളും പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത് രേണു ഇങ്ങനെ ഒരു വാർത്ത കേൾക്കുന്നത്, ഷെഫീന ബീവി വന്നിട്ട് അവരഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ, അവരിതിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും സംഭവിക്കുന്നത്? ഇത് ഫേക്ക് ന്യൂസ് ആണെന്ന് സംഭവം എല്ലാവർക്കും തന്നെ അറിയും പിന്നീടാണെങ്കിലും. അപ്പൊ ഷെഫീന ഇതുവരെ പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യങ്ങളും ഫേക്കാന്നുള്ള രീതിയിൽ തന്നെ പോകും. അത് രേണുവിന്റെ ഒരു ഉദ്ദേശമാണ്. പിന്നെ രേണുവിന്റെ പോയ പേര് തിരിച്ചെടുക്കണം, രേണുവിന് സാമ്പത്തികമായിട്ട് കുറച്ചുകൂടി മുന്നേറണം, സബ് ഇത്തിരി ഇൻക്രീസ് ആക്കണം. അങ്ങനെ പല 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 ഉത്തരങ്ങളുണ്ട്. പിന്നെ അതേപോലെ തന്നെ യൂട്യൂബേഴ്സിനെ അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും തമ്മിലടിപ്പിക്കണം. അങ്ങനെ അങ്ങനെ പല പല ഉദ്ദേശങ്ങൾ രേണുവിനുണ്ട്. പല 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 ഇതും പറഞ്ഞ് ഇനിയിപ്പോ ക്യാൻസർ വരെ എത്തി. ഇനിയിപ്പോ ഒന്നും തന്നെ പറയാനില്ലല്ലേ ചേച്ചി? ഒന്നും തന്നെ പറയാനില്ല. ഇനിയിപ്പോ ഒന്നും പറയാനില്ല എനിക്ക്. സമയമാകുമ്പോ അല്ലെങ്കിൽ സമയമല്ല, എനിക്ക് പറയാൻ എന്തെങ്കിലും ഒരു കാരണം അല്ലെങ്കിൽ എനിക്ക് പറയാനുണ്ടെങ്കിൽ എനിക്ക് എന്റേതായ ഇപ്പൊ ഇവരൊക്കെ പറഞ്ഞാൽ എന്റെ വായിൽ നിന്ന് കേൾക്കാനാണ് എല്ലാവരും എന്താണ് സത്യം അല്ലെ, നിങ്ങളൊക്കെ ആഗ്രഹിക്കുന്ന അങ്ങനെ. എനിക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഞാൻ പ്രേക്ഷകരോട് നേരത്തെ എന്ന് പറയും. അത് ഇത്രയും നാളും അങ്ങനെ ആയിരുന്നല്ലോ. നിങ്ങൾക്കറിയാം, ഞാൻ എന്തെങ്കിലും ഒരു ക്വസ്റ്റിന് ആൻസർ പറയാതിരുന്നിട്ടുണ്ടോ? എന്റെ പ്രേക്ഷകർക്ക് മുന്നേ ഞാൻ എന്തായാലും, എന്നെ സ്നേഹിക്കുന്ന കുറെ ആളുകൾക്ക് മുന്നേ ഞാൻ എന്തായാലും
എന്താ പറയാ, എനിക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഇപ്പോൾ ഇതില് രേണു പറയാതെ പറയുന്നുണ്ട് രേണുവിന് ക്യാൻസർ ഇല്ല എന്നുള്ള കാര്യം പറയുന്നുണ്ട്. പക്ഷെ രേണു അത് മനസ്സിലാക്കിയിട്ടില്ലെന്ന് തോന്നുന്നു. അല്ലാതെ അതിനു മുൻപ് തന്നെ രേണു എന്തുകൊണ്ട് പറയുന്നില്ല ക്യാൻസർ ഇല്ല എന്നുള്ള കാര്യം വ്യക്തമാക്കുന്നില്ല. രേണു പറയുന്നുണ്ട് എനിക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ എന്റെ പ്രേക്ഷകരോട് മുൻപിൽ വന്ന് പറയുമെന്ന് പറയുന്നുണ്ട്. പക്ഷെ എന്തുകൊണ്ട് രേണു ഇതിന്റെ മറുപടി പറയുന്നില്ല? അപ്പൊ രേണുവിന് അറിയാം ഇതിപ്പൊ പറഞ്ഞാൽ ശരിയാവില്ല. ഇല്ല എന്ന് പറഞ്ഞേ തീരാവുന്നുള്ളൂ. കാരണം രേണു ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ടല്ലോ നമ്മുടെ നാട്ടില്. അപ്പൊ അവർക്ക് കൂടിയുള്ള ഒരു മറുപടി അല്ലേ. എന്തുകൊണ്ട് രേണു പറയുന്നില്ല? കാരണം രേണുവിന് ക്യാൻസർ ഇല്ല. പക്ഷെ ഇപ്പൊ രേണുവിന് പറയാൻ പറ്റത്തില്ല. പിന്നീട് എപ്പോഴെങ്കിലും തുറന്നു പറയുന്നതായിരിക്കും. പിന്നെ അടുത്തൊരു വീഡിയോയിലോട്ട് കേട്ട് നോക്കാം. ഹായ് ഹായ്. കിച്ചുവിന്റെ ഒരു ഉദ്ഘാടനം ഉണ്ടായിരുന്നു, കണ്ടായിരുന്നു? എന്റെ പൊന്നു ചേട്ടാ, ഉദ്ഘാടനമോ ബ്ലോഗോ എന്ത് വേണേലും നന്നായിട്ട് ജീവിക്കട്ടെ. സന്തോഷം സന്തോഷം, എന്നോടൊന്നും ചോദിക്കരുത്. ചേച്ചിക്ക് എന്താ തോന്നുന്നത്? ചേച്ചി സന്തോഷം 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 സന്തോഷം. കണ്ടോ ആ വീഡിയോ? കണ്ടോ? സന്തോഷം ചേട്ടാ, ഞാൻ കണ്ടു. സന്തോഷം. ശരി, ഓക്കെ. ഓക്കെ. ശരി, ഓക്കെ. രേണു കിച്ചുവിന്റെ ഒരു കാര്യമാണ് ഇതിനകത്ത് ചോദിക്കുന്നത്. പക്ഷെ രേണു ഇതിന് കറക്റ്റായിട്ട് ഒരു ഉത്തരം നൽകുന്നില്ല. രേണുവിന്റെ ഞാനൊരു വീഡിയോ കണ്ടായിരുന്നു. ആ വീഡിയോയില് അതെനിക്ക് കിട്ടുവാണെങ്കിൽ ഞാനിവിടെ വെക്കാം. ആ വീഡിയോയില് കിച്ചുവിനെ കുറിച്ച് പറയണ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, സുധിച്ചേട്ടന്റെ മൂത്ത മകൻ. ഇത്രയും നാളെ രേണുവിന് സ്വന്തം മകനായിട്ടല്ലേ രേണു ഈ കിച്ചുവിനെ കണ്ടുകൊണ്ടിരുന്നത് എന്നത് രേണുവിന്റെ മൂത്ത മകൻ അല്ലെങ്കിൽ രേണുവിന്റെ സ്വന്തം കുഞ്ഞ് എന്നൊരു സ്നേഹം കാണിച്ചുകൊണ്ടാണ് രേണു ഓരോ കാര്യങ്ങളും പറയുന്നത്. പക്ഷെ ഇപ്പോൾ രേണു പറഞ്ഞ എന്താ, എനിക്കൊന്നും പറയാനില്ല, സന്തോഷം സന്തോഷം എന്ന് വെച്ചാൽ കിച്ചുവിനെ കുറിച്ചുള്ള കാര്യങ്ങളെന്ന് രേണു ഒഴിഞ്ഞു മാറുകയാണ് ചെയ്യുന്നത്. ഒരു യഥാർത്ഥ സ്നേഹമുള്ള അമ്മ ഇങ്ങനെയാണോ കാണിക്കുന്നത്? കിച്ചുവിന്റെ ലൈഫ് സ്റ്റോറി പറഞ്ഞ ഒരു വിഷയം ഇട്ടതും രേണു തകിടം മറിഞ്ഞു. രേണുവിന് അറിയാവുന്ന മറ്റൊരു വലിയൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിലേറ്റവും അർഹതപ്പെട്ട ആള് കിച്ചുവാണ്. കാരണം ഈ പറയുന്ന സുധിയുടെ അതായത് സുധിക്ക് കിട്ടേണ്ട എല്ലാ അംഗീകാരവും കിട്ടേണ്ടത് കിച്ചുവിനാണ്. കാരണം കിച്ചുവിന് ഉള്ളിൽ തന്നെ ഒരു കലാകാരനുള്ളതാണ്. അപ്പൊ ആ കുട്ടിക്ക് ആണ് എല്ലാം കിട്ടേണ്ടത്. രേണുവിന് സത്യം പറഞ്ഞാൽ നന്നായിട്ട് അഭിനയിക്കാൻ അറിയാമോ, ഏതൊരു വേഷം നന്നായിട്ട് ചെയ്യാൻ അറിയാമോ, ഒന്നും തന്നെ അറിയില്ല. സുധിയുടെ ഒരു ഇതിനകത്ത് വന്ന് കയറി പറ്റിയിരിക്കുന്ന ഒരു ആളാണ് ഈ രേണു എന്ന് പറയുന്ന വ്യക്തി. ഈ കുട്ടിക്ക് ചെറിയൊരു ഇനാഗ്രേഷൻ കിട്ടിയാൽ പോലും അത് ഇവന്റെ വളർച്ചയ്ക്ക് അത് വലിയൊരു കാര്യമാകും. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ രേണുവിനേക്കാളും എല്ലാം കൊണ്ടും യോഗ്യതയുള്ളതെന്ന് പറഞ്ഞാൽ ആ കുട്ടിക്ക് തന്നെയാണ്. ആ കുട്ടിയാണ് ഇതിനകത്തൊക്കെ എല്ലാ ഇടത്തും പരിഗണിക്കപ്പെടേണ്ടത്. കാരണം ആ കുട്ടിക്കാണ് അച്ഛനും ഇല്ല അമ്മയും ഇല്ല, അതൊരു അനാഥനായിട്ട് നിൽക്കുന്നത്. രേണുവിനെ സംബന്ധിച്ച് അങ്ങനെയല്ലല്ലോ. അപ്പോ അപ്പൊ രേണു എന്തുകൊണ്ട് ഈ കുഞ്ഞിനുള്ള മറുപടി കൊടുക്കുന്നില്ല? ചോദിച്ചതിന് എനിക്ക് തോന്നുന്നു രേണു ഒരു രേണുവിന്റെ സബ്സ്ക്രിപ്ഷനൊക്കെ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചൊരു വീഡിയോ ഉണ്ട്. അപ്പൊ അതിനകത്ത് ആ കുട്ടി കാണിക്കുന്നുണ്ട്, അത് കിച്ചു കാണിക്കുന്നുണ്ടോ, അടിപൊളി, ഒന്നും പറയാനില്ല, സൂപ്പർ അങ്ങനെ എന്തോ ഡയലോഗ് അടിച്ചിട്ട് ആ കുഞ്ഞങ്ങ് മാറി പോകുന്നുണ്ട്. അതിനെ കുറിച്ചൊന്നും പറയുന്നില്ല. അതേ രീതിയിൽ തന്നെ രേണു പ്രതികരിക്കുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്തായാലും കൊള്ളാല്ലേ. ബിഗ് ബോസിലും മറ്റും ഇപ്പോഴും ഞാൻ ഓർക്കുന്നു, ഒരു ഷോ ആ തത്തയുടെ മുന്നിൽ ഇരുന്നിട്ട് എന്റെ കിച്ചപ്പ എന്റെ റിതപ്പ എനിക്ക് നിങ്ങളെ കാണാതിരിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞതൊക്കെ പറഞ്ഞു. അതെങ്ങനെ യഥാർത്ഥ ഒരു അമ്മയുടെ സ്നേഹം പെട്ടെന്ന് എങ്ങനെ മാറുന്നത്? അതുപോലെ തന്നെ രേണുവിന്റെ പഴയ വീഡിയോസിലൊക്കെ പറയുന്നുണ്ട്, എന്നെ ഇഷ്ടപ്പെട്ടത് കിച്ചു ആണ് എന്റെ അമ്മയായിട്ട് ഞാൻ എടുത്തോട്ടെ എന്നൊക്കെ ചോദിച്ചത് കിച്ചു ആണ് എന്ന രീതിയിൽ എനിക്ക് അവന് വേണ്ടിയിട്ടാണ് അങ്ങനെ പല രീതിയിൽ രേണു സംസാരിച്ചിട്ടുണ്ട് കിച്ചുവിന് വേണ്ടിയിട്ട്. എത്ര പെട്ടെന്ന് രേണുവിന് ഇപ്പൊ ഈ കിച്ചു എന്ന് പറഞ്ഞ കുട്ടി ആരുമല്ലാതായാലും ഒന്ന് ഓർത്തു നോക്കിക്കേ. സത്യം പറഞ്ഞാൽ നിങ്ങളെല്ലാവരും രേണുവിനെ സ്നേഹിക്കുന്ന എല്ലാവരും അല്ലെങ്കിൽ സുധീനെ സ്നേഹിക്കുന്ന എല്ലാവരും സപ്പോർട്ട് ചെയ്ത് ഉയരങ്ങളിൽ എത്തിക്കേണ്ടത് ഈ കുഞ്ഞിനെയാണ്, ആ കൊച്ചിനെയാണ് എത്തിക്കേണ്ടത്. അല്ലാതെ ഈ ആ സുധി എന്ന് പറഞ്ഞ മനുഷ്യന്റെ പേര് കളയാനും അത് കളങ്കപ്പെടുത്താനും കൂട്ടു നിൽക്കുന്ന ഈ രേണുവിനെ അല്ല. അതിപ്പോ റിതപ്പനെ സപ്പോർട്ട് ചെയ്താലും നമുക്ക് കുഴപ്പമില്ല. പക്ഷെ ഒരിക്കലും രേണുവിനല്ല സപ്പോർട്ട് ചെയ്യേണ്ടത്. ഇത്രയും കള്ളത്തരങ്ങൾ മാത്രം പറഞ്ഞ് ഈ ഫീൽഡിൽ അള്ളി പിടിച്ചു നിൽക്കാൻ നോക്കുന്ന രേണുവിനെ തന്നെയാണ് നമ്മൾ അവഗണിക്കേണ്ടത്. പകരം നമ്മൾ കയറ്റിവിടേണ്ടത് ഈ കിച്ചുവിനെയും ഋതപ്പനെയൊക്കെ. ആ കുഞ്ഞുങ്ങളുടെ കഴിവ് കൊണ്ട് അവർ കയറട്ടെ. കഴിവ് കൊണ്ടിട്ടല്ല നമ്മളൊരു ഇൻഡസ്ട്രിയിൽ പിടിച്ച് നിൽക്കേണ്ടത്. അല്ലാതെ ഇതുപോലെയുള്ള ഓരോ വിവാദങ്ങളും ഇതുപോലെയുള്ള ഓരോ കള്ളത്തരങ്ങളും പറയുന്ന ആൾക്കാരാണ് നമ്മൾ ഈ ഇൻഡസ്ട്രിയിൽ പിടിച്ചു നിർത്തേണ്ടത്. വീഡിയോ ഞാൻ കേൾപ്പിച്ചു തരാം. രേണുവിന്റെ ഈ കിച്ചുവിനെ കുറിച്ച് പറയുന്ന കേട്ടോ. അതായത് ചേട്ടയാളെ മകനെ നീ രക്ഷിച്ചെടുക്കണം.
രേണു ഒരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രേണു ഇത്രയും നാള് വിളിച്ചുകൊണ്ടിരുന്നത് കിച്ചു എന്റെ മകനാണ്, കിച്ചു എന്റെ മകനാണ് എന്ന രീതിയിൽ. ഇപ്പൊ പറയുന്നത് എന്താ, സുധിച്ചേട്ടന്റെ മൂത്ത മകൻ എന്ന രീതിയിൽ. എന്താ അത് മാറിയോ? ആ കുട്ടി ഇപ്പോഴും എന്താ പറയണത്, അമ്മ എന്ന് തന്നെയാണല്ലോ പറയണത്. ആ കുട്ടിയുടെ അച്ഛൻ അതാണ് പറഞ്ഞു കൊടുത്തിരിക്കുന്നത്. അപ്പൊ ആ കുട്ടി അത് തന്നെ വിളിക്കണത്. രേണു എന്തിനാണ് ആ കുഞ്ഞിനോട് ഇത്ര ദേഷ്യം കാണിക്കുന്നത്, ഇത്രം ഇത് വിദ്വേഷമൊക്കെ കാണിക്കുന്നത്? ആ കൊച്ചിന് ആരും ഇല്ലാത്തല്ലേ. രേണു അതുപോലെ തന്നെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. രേണുവിന്റെ കുഞ്ഞിനുള്ള ആകെയുള്ള രക്തബന്ധം എന്ന് പറയണത് ഈ കിച്ചുവ, ഈ ഋതപ്പനായിട്ടുള്ള എന്താണ് രക്തബന്ധം ഉള്ളത്. അത് രേണു ഇനി എന്നാണ് മനസ്സിലാക്കാൻ പോകുന്നത്? അതേപോലെ തന്നെ രേണു പറയുന്നുണ്ട്, മറ്റൊരു കാര്യം കൂടി പറയുന്നുണ്ട്, അതും കൂടി നമുക്കൊന്ന് കേട്ടു നോക്കാം. ഈ കമന്റിടുന്ന മിടുക്കികളും മിടുക്കന്മാരും എന്ത് ചെയ്യും? കുഞ്ഞിന്റെ ബാഗ് ഇപ്പൊ സ്കൂൾ തുറക്കാം, ബാഗ് ഞാൻ തന്നെ വേണ്ടി വെച്ചു കൊടുക്കും. പിന്നെ പറഞ്ഞോളന്മാർ ഒരു കമന്റ് ഇടാൻ പറ്റും, മോനെ എനിക്ക് കിട്ടുന്ന പൈസ അവൻ എന്തെങ്കിലും മേടിച്ചു കൊടുക്കും പറയട്ടെ. അതൊന്നും പറയുന്നില്ല. ഇപ്പൊ ഞാനല്ലേ എന്റെ കുഞ്ഞിനെ നോക്കുന്നത്, ഇപ്പൊ ഞാൻ നോക്കണം കേട്ടോ, കൃത്യമായിട്ട് നോക്കണം കേട്ടോ. നമസ്കാരം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, നിങ്ങളുടെ കുഞ്ഞിനെ നോക്കേണ്ടത് വല്ലവരും ആണ്. ഒരാൾ കമന്റ് ഇട്ടെന്ന് പറഞ്ഞിട്ട് രേണു അതിനെ നെഗറ്റീവായിട്ട് മാത്രം ചിത്രീകരിക്കുന്നതിന്റെ കാര്യം എന്താ? അതിനൊരു പോസിറ്റീവായിട്ട് എടുക്കാൻ നോക്ക്. ആ കൊച്ചിനോട് രേണു പറയുന്നുണ്ട് ആരെങ്കിലും ബാഗ് വാങ്ങിച്ചു കൊടുക്കുന്നുണ്ടോ, അത് വാങ്ങിച്ചു കൊടുക്കുന്നുണ്ടോന്ന്. രേണുവിന് ഈ വീടും ഈ കിട്ടിയ എന്താണ് ആ സ്ഥലമൊക്കെ കിട്ടിയതില് എല്ലാത്തിനും പ്രേക്ഷകരുടെ ജനങ്ങളുടെ ഒരു കയ്യൊപ്പ് ഉണ്ടാകുന്നതിനകത്ത്. അല്ലാതെ രേണു അധ്വാനിച്ച് വാങ്ങിച്ചൊന്നും അല്ലല്ലോ. ഇപ്പൊ രേണു ഈ പൊസിഷനിൽ ഈ പൊസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ രേണു തന്നെ പറയുന്നുണ്ട് സെലിബ്രിറ്റി എന്ന് പറയുന്നത്. ആ സെലിബ്രിറ്റിയിൽ വന്നിരുന്നത് ഈ പറയുന്ന ഈ പ്രേക്ഷകരുടെ ഇതുകൊണ്ട് തന്നെയാ. രേണുവിന്റെ സഹതാപത്തിന്റെ പേരിലാണ് ഇവിടെ ആൾക്കാരൊക്കെ തലയിൽ കയറ്റി വെച്ചത്. അതിനിപ്പോ എല്ലാവരും അനുഭവിക്കുന്നുണ്ട്. കാരണം ഇത്രയും കള്ളത്തരങ്ങളുടെ റാണി എന്ന് പറഞ്ഞിട്ട് ഈ ഫീൽഡിൽ ഇപ്പോഴും പിടിച്ചു നിൽക്കുന്നുണ്ടല്ലോ രേണു. അതൊക്കെ ഈ പ്രേക്ഷകര് തന്നെ തന്നതല്ലേ. അല്ലാതെ രേണു അധ്വാനിച്ച് ഈ ഫീൽഡിന് വേണ്ടിയിട്ട് ഈ ഫീൽഡിലോട്ട് കയറാൻ വേണ്ടി കഷ്ടപ്പെട്ട് നടന്നൊന്നുമല്ലല്ലോ സാധാരണ അഭിനയിക്കാൻ വേണ്ടി നടക്കുന്നവരെ കൂട്ട് അല്ലല്ലോ. അപ്പൊ രേണുവിന് ഇങ്ങനെയുള്ള വാചകങ്ങളൊന്നും പറയാനുള്ള അവകാശങ്ങളില്ല. അതുപോലെ തന്നെ ഞാൻ രേണുവിന്റെ മറ്റൊരു വീഡിയോ ഉണ്ടായിരുന്നു, കിച്ചുവിന് എതിരായിട്ടുള്ള ഒരു വീഡിയോ ആണ്. എന്ത് സംസാരിച്ചപ്പോഴത്തേനും രേണു പറയണതാണ്, പുള്ളിയുടെ അടുത്ത് പറയണതാണ്, അവൻ ഇങ്ങനെയല്ല കാണിച്ചത്, അടിപൊളി സൂപ്പർ എന്നല്ല അവൻ കാണിച്ചത്, അപ്പൊ ഞാനും അങ്ങനെ തന്നെ കാണിക്കാം. എന്താണ് രേണു കാണിച്ച തെറ്റ്, സബ്സ്ക്രിപ്ഷനിൽ വന്ന് കാണിച്ച തെറ്റിനാണ് ആ കൊച്ചു ഉത്തരം പറഞ്ഞത്. രേണു കാണിച്ച തെറ്റാണ്. ആ കുട്ടിയുടെ ഫ്രണ്ട്സിന്റെ പാരന്റ്സിന്റെ മുമ്പിലൊക്കെ തല കുനിഞ്ഞ് നിൽക്കേണ്ട ഒരു അവസ്ഥ വന്നുകൊണ്ടാണ് ആ കുഞ്ഞ് അങ്ങനെ പ്രതികരിച്ചത്. അത് മനസ്സിലാക്കാനുള്ള ബോധമില്ല രേണുവിന്. പകരം ആ കുട്ടിയുടെ അടുത്തൊരു വിദ്വേഷമാണ് വെക്കുന്നത്. എന്തൊക്കെ വന്നാലും നിങ്ങൾ അമ്മയെന്ന് ഈ ഋതപ്പ പിടിക്കണേ മുന്നേ നിങ്ങൾ ആദ്യമായിട്ട് വിളിച്ചത് ആ കൊച്ചല്ലേ. നിങ്ങൾക്ക് അതിട്ടെങ്കിലും ഒരു കരുണ ആ കുഞ്ഞിനോട് കാണിക്കാൻ പാടില്ല. നിങ്ങൾക്ക് എന്തൊരു ക്രൂരത സത്യം പറഞ്ഞാൽ നിങ്ങൾ കാണിച്ചു കൂട്ടുന്നൊക്കെ ആ കുഞ്ഞിനോട്. ആരുമില്ല, അച്ഛനുമില്ല, അമ്മയില്ല. നിങ്ങൾക്കറിയാം ഈ കിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുധിക്ക് ജീവനായിരുന്നു എന്നുള്ളത്. നിങ്ങൾക്ക് ആ സ്നേഹം പോലും ആ കുഞ്ഞിനോടില്ലല്ലോ. എന്തായാലും സമ്മതിച്ചിരിക്കും നിങ്ങളുടെ ഈ കളികളും എല്ലാ കാര്യങ്ങളും.